ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മോർണിംഗ് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തലക്കാവേരിയാണ്. തലക്കാവേരി എന്ന് പറയുമ്പം നമ്മുടെ കാവേരി നദി ഉദ്ഭവിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിഞ്ഞത്. എന്തായാലും പോയി നോക്കാം. മോറോവർ അമ്പലത്തിൽ പോകുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ആ റൈഡ് എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബിഗ് പ്ലസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ പോകുന്നത് തിരുനെല്ലി കാട്ടിലൂടെയും അതുപോലെ തന്നെ പിന്നെ കുടകിലൂടെയാണ്. കുടക് ദേശത്തിൽ എപ്പോഴും ഒരു പ്രത്യേക വൈബാണ് അതിലൂടെ പോകാൻ. കാരണം രണ്ട് സൈഡിലും എസ്റ്റേറ്റുകളായിരിക്കും. എസ്റ്റേറ്റ് ഒരു 10 കിലോമീറ്ററൊക്കെ എസ്റ്റേറ്റുകൾ തന്നെയായിരിക്കും. അത് കഴിഞ്ഞൊരു ചെറിയ വീട് കാണുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും എസ്റ്റേറ്റ്. അങ്ങനെ വണ്ടികളാണെങ്കിലോ ഒരു സീറോ ട്രാഫിക് എന്ന് പറയാം. വളരെ കുറച്ച് വണ്ടികൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരാനുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എൻജോയ് ചെയ്യുന്ന തന്നെ ഓടിക്കാം. ഇന്നിപ്പോൾ രാവിലെ 6:30 ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു വൈബാണ് കിട്ടിയത്. റൈഡ് തുടങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു വൈബിലൂടെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ 6:30 ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കിട്ടുന്നത്. ഒരു 7:30, 8 ഒക്കെ ആകുമ്പോഴേക്കും മഞ്ഞ് നല്ലോണം കുറയും. 9 ആകുമ്പോഴേക്കും സൂര്യൻ ഉദിച്ച് നല്ല വെളിച്ചമാകും. അധിക പേരും ഈ മോർണിംഗ് റീൽസൊക്കെ കാണും. ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കണ്ടിട്ട് വരുന്നവർ വയനാടിൻ്റെ ഈ ഫോഗുള്ളതൊക്കെ കാണുക. പക്ഷെ അവർ വരുമ്പോൾ ഒരിക്കലും ഫോഗ് കാണുകയില്ല. അതിന് ഒന്നാമത്തെ കാരണം ഇതാണ്. നമ്മളൊരു ഏർലി മോർണിംഗ് ബിഫോർ 7 നടക്കാനിറങ്ങിയാലോ അല്ലെങ്കിൽ റൈഡിനിറങ്ങിയാലോ നമുക്ക് ഈ ഫോഗൊക്കെ ആസ്വദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആഫ്റ്റർ 5 ആണെങ്കിലും ഈവനിങ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ വൈബ് ആസ്വദിക്കാം. ഇല്ലാതെ നമ്മൾ 9 മണിക്കൊക്കെ ശേഷം ഇവിടെ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ വെയിലും ചൂടും തന്നെയാണ്. ഇപ്പം മഴ പെയ്ത കാരണം നമുക്കൊരു ടെമ്പറേച്ചർ ഏകദേശം 25-29 ഇടയിൽ ക്ലൈമറ്റ് നിൽക്കുന്നുണ്ട്. എന്നാലും ബെറ്ററാണ്. ഇപ്പം മഴ പെയ്തതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഒരു പച്ചപ്പെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് മഴ പെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ റൈഡിന് ഇറങ്ങിയത്. കുറേ ആയി റൈഡ് അടിച്ചിട്ട്. കാരണം ഒടുക്കത്തെ ചൂടാണ്. വയനാട്ടിലാണെങ്കിലും താഴേക്ക് ഇറങ്ങാൻ തീരെ പറ്റില്ല. കോഴിക്കോടൊക്കെ സ്ഥലത്തേക്ക് ഭയങ്കര ചൂടാണ്. അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒരു 2 മഴ കിട്ടി, ഒന്ന് പച്ചപ്പ് വന്നു കഴിഞ്ഞാൽ ഇറങ്ങാമെന്നുള്ള രീതിയിൽ. ഇപ്പം നമുക്കൊരു 5-6 മഴ കിട്ടി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ് നല്ലൊരു അടിപൊളി വൈബിലൂടെ പോകാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. ഇനി ഹിമാലയൻ്റെ ഒരു മൈലേജ് ടെസ്റ്റും കൂടിയും ഈ റൈഡിൽ നോക്കണമെന്നുണ്ട്. അതായത് ഇപ്പം ഏകദേശം വണ്ടി ഓടി 2500 കിലോമീറ്ററിൻ്റെ അടുത്തായി. അപ്പോൾ ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 2500 കടക്കും. അപ്പോൾ ഏകദേശം എഞ്ചിനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവേണ്ട സമയമൊക്കെ ആയി. അത്യാവശ്യം റൈഡൊക്കെ നടത്തിയതാണ്. അപ്പോൾ ഇനി ഒരു മൈലേജ് ടെസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും തോന്നി. അപ്പോൾ ഞാനിപ്പോൾ പോകുമ്പം ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് എന്നിട്ട് റൈഡ് തുടങ്ങിയത്. അപ്പം ഏകദേശം ട്രിപ്പ് ഇട്ടിട്ട് നോക്കി നോക്കാം തിരിച്ച് വന്നിട്ട് എത്രത്തോളം മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. മൈലേജ് അത്യാവശ്യം കിട്ടാനാണ് ചാൻസ്. കാരണം ഒന്ന് ട്രാഫിക് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന ടൈമിങ്ങും ഏർലി മോർണിംഗ് ഞങ്ങൾ ഏകദേശം അങ്ങോട്ട് പാസ് ചെയ്യും. തിരുനെല്ലി പാസ് ചെയ്യും വണ്ടികളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. പിന്നെ കുടകിലെത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് വളരെ കുറവായിരിക്കും. അപ്പം കേരളത്തിലെ ട്രാഫിക് ഒരുപാട് ഒഴിവാകും. കുടകിൽ പിന്നെ സ്വതവേ ട്രാഫിക് കുറവാണ്. അതുകൊണ്ട് അത് രണ്ടും ഒരു ബിഗ് പ്ലസ്സാണ് ഏർലി മോർണിംഗ് ഇറങ്ങുന്നത് കൊണ്ടുള്ള. ഇനി നിങ്ങൾ ഏത് റൈഡ് പോവുകയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഒരു 6 മണി ടൈമിന് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം 6 to 8 2 hours കൊണ്ട് തന്നെ ഒരു മേജർ പാർട്ട് കവർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഈസി ആയിട്ട് കവർ ചെയ്യാം. അത്യാവശ്യം ഡിസ്റ്റൻസ് കവറായി പോകും. കാരണം ട്രാഫിക് വളരെ കുറവാകുമ്പോൾ തന്നെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ബേസിക് റൂട്ട് ക്ലിയറായി കിട്ടും. അത് കഴിഞ്ഞ് ട്രാഫിക് ഇറങ്ങുമ്പോൾ എന്തായാലും സ്ലോ ഡൗൺ ആവും. സൂര്യൻ ഉദിച്ച് ചൂട് പോകും. അപ്പം അതിനു മുമ്പേ ഇപ്പോഴും റൈഡ് നിങ്ങൾ ഏർലി മോർണിംഗ് നമുക്ക് വയനാട്ടിൽ ഞങ്ങൾക്ക് അധികം നേരത്തെ ഞങ്ങൾ ഇറങ്ങാത്തത് 5 മണിക്കൊക്കെയാണ് എല്ലാവരും റൈഡ് പോകാറ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങാത്തത് എന്താ വെച്ചാൽ നമുക്ക് ഈ ആനിമലിൻ്റെ ഒരു പേടിയും കൊണ്ടാണ്. കാരണം 5 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പന്നികളൊക്കെ കുറുകെ ചാടാം, മാനുണ്ടാവാം. അപ്പം അതും കൂടി ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ അത്ര രാവിലെ ഇറങ്ങാറില്ല. നമ്മളൊരു 6 o'clock ഓക്കെയാണ്. ഒരുവിധം കാഴ്ച കാണാവുന്ന ഒരു വെളിച്ചം വരുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മൾ ഈ ക്ലൈമറ്റിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഹിമാലയൻ കോഴിക്കോട് ഓടിക്കുന്നത് ഇവിടെ ഓടിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഏകദേശം 25 ആ റേഞ്ചിലൊക്കെ ആകുമ്പോൾ നമ്മളെ എഞ്ചിൻ്റെ ഹീറ്റ് വളരെ കുറയും. ഒന്നാമത് പുറത്തെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പം നമുക്ക് കാലിലേക്കുള്ള ആ ഹീറ്റ് വരുന്നത് വളരെ കുറയും. അതേ സെയിം ടൈം നമ്മൾ കാലിക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. കാരണം പുറമേത്തെ ചൂട് പ്ലസ്സാണ് ഈ എഞ്ചിൻ്റെ ഹീറ്റ് കൂടി വരും.
ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മളെ കാലിന് ശരിക്കും നല്ല ഹീറ്റ് അടിക്കും. പക്ഷേ വയനാട്ടിൽ കഴിഞ്ഞ മാസം വരെ ഇതേ ഒരു ക്ലൈമറ്റൊക്കെ തന്നെയാണ്, നല്ല ചൂടായിരുന്നു. പക്ഷേ ഇപ്പം മഴ പെയ്തതിന് ശേഷം എൻജിൻ്റെ ഹീറ്റൊന്നും കാലിലേക്ക് തീരെ തന്നെ അറിയുന്നില്ല, വളരെ കാമാനാണ്. ഇനി എന്തായാലും പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മളങ്ങനെ കാട്ടിക്കുളത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിക്കുളത്ത് എത്തുന്നതിന് മുമ്പുള്ള ഫോറസ്റ്റ് റൈഡാണ്. അപ്പം അതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഗോപ്രോ സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു പ്രത്യേക വൈബാണ് ഇതിലൂടെ പോകാൻ. രണ്ട് സൈഡും കാടാണ്. അത്യാവശ്യം നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ്, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ അതിലൂടെയുള്ള റൈഡും അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നതും ഇതേ ഒരു ക്ലൈമറ്റിലായിരിക്കും. അപ്പോൾ ഈ ലൊക്കേഷൻ കുറച്ച് ദൂരമേ ഉള്ളൂ, അതായത് നമ്മളെ കാട്ടിക്കുളത്തേക്ക് എത്തുന്ന ടൗണിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണത്. അപ്പോൾ ആ ഷോർട്ട് കട്ട് വരെ ഒരു നല്ല റൈഡാണ്. തിരിച്ചു വരുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയൊരു റൈഡുമാണ് ഇതിലൂടെ. കാരണം എപ്പോഴും ആന ഇറങ്ങാവുന്ന ചാൻസ് ഉള്ളൊരു സ്ഥലങ്ങളിലൂടെ, രണ്ട് സൈഡ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാടാണ്. അപ്പോൾ ആന ഇറങ്ങാനും ഇതിനു മുമ്പ് കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആന ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഏകദേശം വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും തിരിച്ചിതിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റണമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം മഴയും കൂടി ഉണ്ടെങ്കിൽ ആനയൊന്നും സൈഡിൽ നിന്നാൽ പോലും കാണൂല. അപ്പം എത്രയും പെട്ടെന്ന് ഈവനിങ് ആകുന്നതിന് മുമ്പേ ഇവിടെ കൂടി ക്രോസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ തിരുനെല്ലി കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും ഫോറസ്റ്റാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് ഇന്ന് കയറവൊക്കെ എടുക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു പേടിയാണ്, ഓപ്പോസിറ്റ് എപ്പോൾ വേണമെങ്കിലും നമ്മളെ ലോറിയോ അല്ലെങ്കിൽ ബസ്സോ കയറി വരാമെന്നുള്ളത്. അപ്പോൾ ഈ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് നമുക്ക് വിശ്വസിച്ച് റൈഡ് ചെയ്യാം. ഈ റോഡുകളൊക്കെ വളരെ നല്ല കേട്ടോ, കേരളത്തിലെ റോഡുകളാണ്, വളരെ അടിപൊളി റോഡുകളാണ്. ഒന്നാമത് വണ്ടി കുറവാണ് ഈ റൂട്ടിന് പോകുന്നത്, ടൂറിസ്റ്റുകൾ മാത്രമാണ് അധികവും വരാറുള്ളത്. അതും പിന്നെ തിരുനെല്ലി ടെമ്പിളിലേക്ക് വരുന്ന ആൾക്കാരും. ഇപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് തിരുനെല്ലി ജംഗ്ഷനിലേക്കാണ്. തിരുനെല്ലി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചായ കഴിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നേരെ വിടുകയാണ്. തിരുനെല്ലി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു നമ്മളെ ഫുഡ് കിട്ടുന്നൊരു സ്ഥലം വളരെ റെയറാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സാധാരണ കഴിഞ്ഞ റൈഡിന് നമ്മൾ ഈ തിരുനെല്ലി മണിയഞ്ചേട്ടൻ്റെ കടയിൽ നിന്നാണ് ചായ കുടിച്ചിറങ്ങിയത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളവിടെ പോയി ചായ കുടിച്ച് ഇഡ്ഡലിയും കഴിച്ച് നേരെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. നമ്മളങ്ങനെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. ഇനി തലക്കാവേരി എത്താറായി. ഇനി അങ്ങോട്ട് ട്രാഫിക്ക് കൂടും. ഒന്നാമത്തെ കാരണം ഇനി അങ്ങോട്ട് തലക്കാവേരി ഡെസ്റ്റിനേഷനിലേക്ക് കാണാൻ എത്തുന്ന ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളായിരിക്കും മൊത്തം. കാരണം ഇത് ഒരുപാട് ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളായിരിക്കും ഫുള്ള് ഇനി റോഡിലുണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ മെല്ലനെ വണ്ടി ഓടിക്കണം. തലക്കാവേരിയിലേക്കുള്ള ഫസ്റ്റ് റൈറ്റാണത്. ഇനി ഏകദേശം നമുക്ക് 8 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഡെസ്റ്റിനേഷനിലേക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റോഡുകളാണ്. ഇനി അങ്ങോട്ട് അതിൻ്റെ സ്ഥിതി എന്താ അറിയില്ല. ഇനി ഒരു ചുരം പോലത്തെ ഒരു സ്ഥലമാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങോട്ട് കയറി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഒരു ഈ വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അത്യാവശ്യം ഓഫ് റോഡ് വരുന്നുണ്ട്. ഹിമാലയൻ്റെ സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടിയായി. വളരെ കാമാണ് കേട്ടോ. ഇതേ കട്ടറിലൂടെ ഞാൻ മെറ്റിയോർ കൊണ്ട് പോകുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാമല്ലോ. കറക്റ്റ് നമ്മുടെ ബാക്കിനാണ് അതിൻ്റെ ഷോക്ക് വരിക. പക്ഷേ ഇതിലൊന്നും അറിയുന്ന പോലുമില്ല. ചെറിയ ചെറിയ കട്ടറുകളൊക്കെ എന്താ പറയുക, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്കാണ് ഇതിന്. ഈ കട്ടറുകളൊന്നും അറിഞ്ഞ തന്നെയല്ല, സാധാ പോലെ ചാടിച്ച് കയറി പോവാം. നമുക്കിവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. വളരെ ചെറിയ ഫീസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. നോക്കട്ടെ ഇവരെന്താ പറയുന്നത്.
10 രൂപയെന്ന് തോന്നുന്നു. തേച്ചണ കണ്ടോ, കർണാടക നമ്മളെ കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോഴുള്ള ഉമ്മർക്കുള്ള സ്ഥിരം പരിപാടിയാണ്. നമ്മളെ വണ്ടീനോട് നേരെ വന്നിട്ട് അടുപ്പിക്കും കേട്ടോ, അവൻ്റെ കാലിലേക്ക് തട്ടി. അല്ലാത്തൊരു ബിഹേവിയറാണ് ഇവന്മാരെ. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി ആരെങ്കിലും കയറ്റി കൊടുക്കുമോ? ഇവന്മാരങ്ങനെയല്ല. ഇവന്മാരൊരു KL രജിസ്ട്രേഷൻ വണ്ടി കണ്ടാൽ ഇവന്മാർക്കൊരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വഭാവം വേറെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവനവിടെ സൈഡിൽ നിൽക്കുമ്പോൾ നേരെ വണ്ടി വന്നിട്ട് തട്ടിയതാണ്, അവൻ്റെ കാലിനാണ് ടയർ തട്ടിയത്. ഒരു എന്താ പറയുക, പ്രത്യേക അരങ്ങൻ്റെ സ്വഭാവം. അവൻ ചോദിച്ചപ്പോൾ അയാൾ കാണിച്ചതുണ്ട്, സോറി. ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം ഇവന്മാരൊക്കെ എന്തോ ഒരു ഇതാണ്. നമ്മളെ കേരള രജിസ്ട്രേഷൻ വണ്ടി കാണുമ്പോൾ നമുക്കിത് തന്നെ, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവന്മാരെ ക്യാരക്ടർ എങ്ങനെയാണ്. കാര്യങ്ങളൊക്കെ എന്താ പറയുക, KSRTC വണ്ടിക്കൊക്കെ ഞാൻ പോകുമ്പോൾ ഇവന്മാർ ഈ ഗുണ്ടൽപേട്ടയൊക്കെ കഴിഞ്ഞിട്ട് കല്ലെടുത്തെറിയായിരുന്നു ആ സമയത്ത്. എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് എന്തോ ഒരു ബിഹേവിയറാണ്. പുറമുള്ള സ്റ്റേറ്റുകാർ അവരുടെ നാട്ടിലേക്ക് വരുന്നതിനോട്. നമ്മളെ നാട്ടിൽ പക്ഷേ എങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഒരേപോലെ കാണുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ല ചില നാടുകളിൽ പോകുമ്പോൾ. കർണാടകയിൽ ഗുണ്ടൽപേട്ടയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം ബസ്സിൻ്റെ സൈഡിലിരിക്കുമ്പോൾ ഒരു മുമ്പിലൊരു കുട്ടീൻ്റെ സൈഡിൽ വന്നിട്ട് കല്ലടിച്ചത്. അവർ കാടിനുള്ളിൽ നിന്ന് കല്ലെടുത്തെറിയും KSRTC നമ്മളെ വണ്ടി കാണുമ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം കർവ് നമ്മളെ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. വണ്ടികൾ അവിടുന്ന് നല്ലോണം ഇറങ്ങുന്നുണ്ട്, ഇവിടുന്ന് കയറുന്നുമുണ്ട്. പക്ഷേ മോശത്തെ വണ്ടിയും കർണാടകക്കാർ തന്നെയാണ്. കേരള വണ്ടി വളരെ റയറായിട്ടോ കാണുന്നത്. ഇപ്പോൾ പോയ വണ്ടികളൊക്കെ ഒരുതൊക്കെ കർണാടകയാണ്. ഓരോ കർവ് കഴിഞ്ഞ് തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തണുപ്പിൻ്റെ ഒരു ഇത് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം താമരശ്ശേരി ചുരം കയറുന്നൊരു ഫീലാണ്. ഫുള്ള് പാറക്കെട്ടും നല്ല ട്രാഫിക്കും. ഹിമാലയനായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ മതി, മൂപ്പര് കയറി പോയിക്കോളും. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി നമുക്ക്. അപ്പം നമ്മളിങ്ങനെ ഒരു ഗ്യാപ്പിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ റോഡ് കുറച്ച് മോശമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കണ്ടോ ചാടിച്ചങ്ങ് കയറി പോകാം. അത്ര ഈസിയാണ്. അതിപ്പോൾ അത്യാവശ്യം കട്ടറാണ്. മെറ്റിയോറാണെങ്കിൽ എനിക്ക് അങ്ങനെ ചാടിച്ചെടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് സ്ലോ ഡൗൺ ആക്കി എടുക്കണം, ഇല്ലെങ്കിൽ ഞാനൊന്ന് പൊന്തി കൊടുക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചെറിയ കട്ടറൊന്നും നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് ഇതേപോലത്തെ ഗ്യാപ്പ് കിട്ടിയാൽ അതേപോലത്തെ ഗ്യാപ്പ് കിട്ടി കയറാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ഗ്യാപ്പ് നോക്കാം. എന്താ ബസ്സുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ കൺജസ്റ്റഡ് റോഡ് കേട്ടോ. കാരണം ഒന്നാമത് ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഒരു മലേൻ്റെ മുകളിലൊരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെ കർവ് ചെയ്ത് പോവന്നെ. ഇനോവക്കാരനാണെങ്കിൽ സൈഡ് തരില്ല, കാരണം അത് വണ്ടിയാണ്. അതുകൊണ്ട് വെറുതെ ഹോണടിച്ച് അലമ്പാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഗ്യാപ്പ് വരുമ്പോൾ കയറി പോകുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നമുക്ക്. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി. ഈ റോഡിലൂടെ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് വരുമ്പം ചായക്കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം മേടിച്ചിരുന്നു. ഇവിടെ നിന്നും ഫുഡ് കഴിച്ചാൽ പണി കിട്ടുമോ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മളെ അധികം റിസ്ക് എടുക്കാൻ നിൽക്കാതെ ഇവിടുന്ന് ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. നമ്മളങ്ങനത്തെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. ഒന്ന് വളരെ കത്തി റേറ്റ് ആയിരിക്കും. പിന്നെ ഇപ്പന്മാർക്കൊന്നും എന്താ പറയുക, എത്രത്തോളം ഹൈജീനിക്ക് ഉണ്ടാവും എന്നറിയില്ല. നമ്മളൊന്നാമത് ബൈക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും റോങ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ട്രിപ്പ് ആകെ കുളമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചില സ്നാക്സൊക്കെ കൊണ്ടുവരാം. ഇപ്പം ഞങ്ങൾ ഉണ്ണിയപ്പം കൊണ്ടുവന്നത് അത് വിശ്വസിച്ച് നല്ല സ്ഥലത്തു നിന്നാണ്. ഓയിലി ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അതല്ലെങ്കിൽ പഴങ്ങളോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ ഡെസ്റ്റിനേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെയാണ് അവിടുത്തെ ഒരു ഫുഡിൻ്റെ രീതി ഒന്നും അറിയില്ല. ഒന്നാമത് നമ്മളിവിടുത്തെ ആൾക്കാരല്ല, പിന്നെ മോസ്റ്റ് ഓഫ് ദം കർണാടകക്കാരാണ് വരുന്നത്. നമ്മുടെ വണ്ടി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ നമുക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഓയിലായിരിക്കും പണി കിട്ടുക, ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും. വളരെ ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കുക. ഇവിടെയൊക്കെ ഉണ്ടോ കുറേ സ്ഥലങ്ങളുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളതൊന്നും കൂടെ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ നേരെ അവിടെ പോകുന്നു, ജസ്റ്റ് സ്ഥലം കാണുന്നു,
അങ്ങനെ നമ്മളിതാ ഡെസ്റ്റിനേഷനിലേക്ക് ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടോ. ഫുള്ള് ട്രാഫിക്, ആൾക്കാർ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുക. കാർ കൊണ്ട് വന്നു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട് ഇതാട്ടോ ഇത്. എപ്പോഴും നമ്മൾ പാർക്കിംഗ് നോക്കണം. ബൈക്ക് കൊണ്ടാണെങ്കിൽ അമ്മാതിരി പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നേരെ സൈഡിൽ കൂടി കയറ്റി പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇതാ വീട് കയറ്റി ഒരു നവക്കാരനെ അവിടെ കൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കി വെക്കാൻ എന്താ സ്ഥിതിയാണ്. കൊണ്ട് ചാമ്പി കണ്ടോ, ഇതാണ് ഉമ്മാരെ പരിപാടി. അതിൽ തന്നെ ഒന്ന് ചവിട്ടി കൊടുക്കൂല ഉമ്മാർ. ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ട് അയാൾക്കത് അവിടെ തന്നെ തിരിക്കണം. കുറച്ച് മുമ്പോട്ടെടുത്ത് തിരിച്ചാലും മതി. ഉമ്മാരെ നോട്ടല്ലേ, ഉമ്മാർ എന്താണ് പോകുന്നത്. ഇത് രണ്ടും TN ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല, അവർ തമ്മിൽ മാനേജ് ചെയ്തോളും. ഇത് രണ്ട് സ്റ്റേറ്റുകാരാണെങ്കിൽ തെരീൻ്റെ എണ്ണവും കൂടും, അവരെ അഗ്രസീവ്നെസ്സും കാണാം. അവർ സോൾവ് ആയിക്കോളും ആ പ്രോബ്ലം. പക്ഷെ മറ്റേ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ, അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് സൈഡിൽ കൂടി കയറി പോയിക്കുമെന്ന്. നമ്മൾ സൈഡിൽ കൂടി കയറി പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇമാര് തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തിയില്ല. ഒന്നും ആയിട്ടൊന്നുമില്ല. അതിൻ്റെ ഫുഡിൻ്റെ എന്താ പറയുക, ഫുഡ് റെസ്റ്റിൽ ജസ്റ്റ് തട്ടിയിട്ട് കുഴപ്പമില്ല. അവർ തീർത്തിട്ട് പറ്റേ, നമുക്ക് നമ്മുടെ പരിപാടി നോക്കി മുമ്പോട്ട് പോകാം. ഫുള്ള് പാർക്കിങ്ങും വണ്ടി കയറ്റിയിട്ടിരിക്കുകയാണ്. അതൊക്കെ റോഡിലൊക്കെ കയറിയിട്ടിരിക്കുന്നു. അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരും പോയി നോക്കാം. ഒരു തരം ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ഓക്കെ ഇല്ല, ഒന്നും പറഞ്ഞില്ല. കാറായതുകൊണ്ടല്ല, ബൈക്കായതുകൊണ്ടാണ്. പക്ഷേ ബൈക്കിന് പാർക്കിംഗ് എവിടെയാണ് അവർ കാണുന്നില്ലല്ലോ. അതാ മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈശ്വര, ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, കറക്റ്റ് ബൈക്ക് പോകുന്നത് സ്പേസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു കേട്ടോ. ബൈക്ക് മാത്രമേ പോകുള്ളൂ, ബൈക്ക് മാത്രമേ പോകുള്ളൂ. ഇവിടെ പാർക്ക് ചെയ്ത് മെല്ലെ തന്നെ തലക്കാവേരി കണ്ടിട്ട് വരാം. ബാക്കി വിശേഷം പറയാം. ഇതാണ് നമ്മുടെ തലക്കാവേരിയിലേക്കുള്ള സ്റ്റെപ്സ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. വളരെ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് അവന്മാർ. സ്റ്റെപ്സൊക്കെ അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ നല്ല വീതിയിലുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനും. ഒരു മലേൻ്റെ മുകളിലാണിത്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂട് അറിയുന്നില്ല. അത് കാരണം ഈ മലേൻ്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ. ഇതാണ് ഇവിടെ ഹോളി വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ. പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ എടുക്കരുത്, അതുകൊണ്ട് ഓഫാക്കി പെട്ടെന്ന്. ഇതാണ് റിയലായിട്ട് നമ്മുടെ കാവേരി ഉദ്ഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതായത് ആ ചെറിയൊരു വെള്ളം ശിവലിംഗത്തിലേക്ക് വീഴുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഗോൾഡനൊക്കെ പൈസ കേട്ടോ. എല്ലാവരും വന്നിട്ട് പൈസ ഇടുന്നുണ്ട് ഇവിടെ. കോയിൻസ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ തിളങ്ങുന്നതൊക്കെ കോയിൻസാണ്. നമുക്ക് പിന്നെ അതൊന്നും പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അത് കണ്ടു. നേരെ തിരിച്ചിറങ്ങി 2 ഫോട്ടോസും എടുത്തിട്ട് നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കാണാനാണോ അത്രയും ദൂരം റൈഡ് ചെയ്ത് വന്നതെന്ന്. പക്ഷേ ഇത് കാണാനല്ല, ഇതും എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു രീതിയും കൊണ്ടാണ് വന്നത്. നമ്മൾ എല്ലാ സ്ഥലവും അറിഞ്ഞിരിക്കണമല്ലോ. നമ്മുടെ നാട്ടിൽ അടുത്തുള്ളൊരു സ്ഥലമാണ് തലക്കാവേരി എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പിന്നെ നമ്മൾ മോറോവർ റൈഡ് എൻജോയ് ചെയ്യുക, ഈ റൂട്ടിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യുക, ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രയോറിറ്റി. അല്ലാതെ നമ്മൾ സ്ഥലം വന്ന് ഇത്രയ്ക്കും കാണാൻ വന്നു പറഞ്ഞാൽ നമ്മളൊരിക്കലും നിരാശപ്പെടില്ല. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്ന ആ റൈഡ് തന്നെയാണ്. അതുതന്നെയാണ് ബൈക്ക് റൈഡേഴ്സിന് എപ്പോഴും എൻജോയ് ചെയ്യുക ആ റൈഡാണ്. ഡെസ്റ്റിനേഷനിൽ ഇനി ഒന്നുമില്ലെങ്കിലും അവിടെ പോവുക, വിശ്രമിക്കുക, കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് തിരിച്ച് റിട്ടേൺ അടിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു ഏരിയ നല്ലതാണ്. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് താഴെയുള്ളൊരു പ്ലേസാണ്. ഇവിടെ ഒരു ഗോപുരം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റും ഒരു വയനാടിൻ്റെ ക്ലൈമറ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നല്ല അസാധ്യമായ മഴ കിട്ടി.
ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല അസാധ്യമായ മഴയായിരുന്നു. റെയിൻ കോട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ടില്ല. അങ്ങനത്തെ ഭ്രാന്തന്മാരാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, റെയിൻ കോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് മഴയൊന്ന് ആസ്വദിക്കാൻ വെച്ച് ഇറങ്ങിയതാണ്. പക്ഷേ പെട്ടെന്നായിരുന്നു, ഹെവി റെയിനായിരുന്നു. പക്ഷേ അപ്പോഴേക്കും നനഞ്ഞു പോയല്ലോ. പിന്നെ വിചാരിച്ചു ഇനി കുഴപ്പമില്ല, കാറ്റുകൊണ്ട് ഉണങ്ങിക്കോളും വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ നല്ല അടിപൊളി ഒരു വൈബ് റെയിനായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു ചെറിയൊരു റെയിനൊക്കെ കിട്ടുന്നു, പക്ഷേ ഇത്രയ്ക്ക് അധികം റെയിൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. നമുക്ക് ഓൾമോസ്റ്റ് 30 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് റെയിൻ കിട്ടി. അത്രയും ദൂരം ഫുള്ള് റെയിനിലൂടെ തന്നെയാണ് അടിച്ചത്. ഈവനിങ് 5:30 കഴിഞ്ഞ്. എന്നിട്ടും എന്താ പറയുക, അത്യാവശ്യം റെയിൻ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇറങ്ങി കൊടകിൽ തന്നെ നമുക്ക് മഴ തുടങ്ങിയിരുന്നു. ഇവിടെ വയനാട്ടിലും ഇപ്പം അത്യാവശ്യം മഴ ഉണ്ട്. അത്യാവശ്യം കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോട ഉണ്ട്. തിരിച്ച് വരുമ്പോൾ കുറേ കോടേൻ്റെ സ്ഥലങ്ങളൊന്നും ക്യാമറ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത്തെ കാരണം ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. ഇനി ക്യാമറേൻ്റെ ബോക്സ് തുറക്കുമ്പോഴേക്കും വെള്ളം കയറും. മൊബൈലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തായിരിക്കുന്നത്. അതിലൊക്കെ വെള്ളമാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യാമറ എടുത്തില്ല. അതിപ്പം നഷ്ടമാണെന്ന് തോന്നുന്നു. അതെടുക്കാമായിരുന്നു വിചാരിക്കുമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം മഴയൊക്കെ കൊണ്ട് കൈയെല്ലാം കൂടി വിറങ്ങലിക്കാൻ കാരണം ഗ്ലൗ ആയിരുന്നു. ഗ്ലൗ നനഞ്ഞ് ഗ്ലൗവിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം കയറി കൈ മരവിച്ച പോലെയായിപ്പോയി. പിന്നെ ഗ്ലൗ ഒക്കെ ഊരി പുറകിൽ കെട്ടി വെച്ച് പിന്നെ നേരെ നോർമലായിട്ട് റൈഡ് ചെയ്തു. ഇതാണ് കുറച്ചുകൂടി കാറ്റ് കൊണ്ടെങ്കിലും കൈ ഉണങ്ങും. മറ്റേ ഗ്ലൗവിൻ്റെ അകത്ത് വെള്ളം കെട്ടിയിരിക്കുകയായിരുന്നു. എൻ്റെ ഷൂ ഒറാസോൻ്റെ ഷൂ ആണ്. ഒറാസോൻ്റെ ഷൂ വാട്ടർ പ്രൂഫ് ഷൂ ആണെന്നാണ് പറഞ്ഞത്. സംഭവം ശരിയാണ്, വാട്ടർ പ്രൂഫാണ്. പക്ഷേ ഇന്ന് നമ്മൾ പോയ മഴേൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഹെവി റെയിനായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മളെ പാൻറ്റിനകത്ത് നിന്ന് വെള്ളം ഉള്ളിൽ കൂടി ഇറങ്ങും. കാരണം പുറമേ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ കാലിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം നേരെ ഉള്ളിലേക്ക് ഇറങ്ങും. ഉള്ളിലേക്ക് ഇറങ്ങിയാൽ പിന്നെ പുറത്തേക്ക് പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു കുളത്തിൽ വെച്ച് കാലിട്ട അവസ്ഥയായിരുന്നു ഷൂവിൻ്റെ അകത്ത്. ഇനി വീട്ടിൽ പോയിട്ട് വേണം അത് ഊരി എല്ലാം വെള്ളം കളഞ്ഞിട്ട് ഉണക്കാൻ വയ്ക്കാൻ. ഇപ്പം ശരിക്കും വിചാരിക്കുന്നത് ഒറാസോൻ്റെ ഷൂ ഒന്നും മേടിക്കേണ്ടിയില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ലോങ് ബൂട്ട് മേടിക്കണം. അത്രയും ഇത് ഞാനൊരു ആങ്കിൾ ബൂട്ടാണ് മേടിച്ചത്. ആങ്കിൾ ബൂട്ട് കൊണ്ട് സത്യം പറയേണ്ട കാര്യമില്ല. ഇനി ഫുൾ കവർ ചെയ്ത് എങ്ങനെ കവർ ചെയ്താലും നമ്മളിപ്പം ഇന്ന് ക്രോസ് ചെയ്യുന്ന ഒരു വാട്ടർ ക്രോസിങ് പോലെയൊക്കെയുള്ള വെള്ളത്തിലൂടെയാണ് വന്നത്. ഈ ഹിമാലയൻ ആണെങ്കിൽ ഫ്രണ്ട് വീലിൽ നിന്ന് നല്ലോണം വെള്ളം മൊത്തമായിട്ട് നമ്മളെ ഫൂട്ടിലേക്ക് അടിച്ച് കയറും. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മുടെ ഫൂട്ടിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായാൽ വെള്ളം അതിലൂടെ ഉള്ളിൽ കയറും. കുഴപ്പമില്ല, അതെല്ലാം ഇതിൻ്റെ ഭാഗമായത് കൊണ്ട് തന്നെ അത് നമുക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ ബത്തേരി ടൗണിലേക്ക് എത്തുകയാണ്. അത്യാവശ്യം നല്ല കോടയുണ്ട്. കോട വന്നു തുടങ്ങുന്നു. അങ്ങനെ 5 മണി കഴിഞ്ഞ് 5:30 ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കാടിൻ്റെ അടുത്തൊക്കെ നല്ല കോട ഉണ്ടായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ ടൗണിലേക്ക് പോകുന്നതോറും കോടേൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. അങ്ങനെ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരി ടൗണിലെത്തി. അപ്പോഴത്തേതും ട്രാഫിക് ബ്ലോക്ക് തുടങ്ങി. ഇപ്പം ബത്തേരീൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊട്ടിയിലേക്കുള്ള പാസും കാരണം സഞ്ചാരികളൊന്നും പോകുന്നില്ല. അത്യാവശ്യം ഊട്ടി ഫ്രീ ആണ് ഇപ്പോൾ.
ഊട്ടിയിൽ ഭയങ്കര പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട്. ഈ കടക്കാർ അവന്മാർ എന്താ പറയുക, എത്രയോ കച്ചവടം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അവർക്ക് അത്യാവശ്യം നല്ല കച്ചവടവും ടൂറിസം മേഖല അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു പീക്ക് ടൈമായിരുന്നു അത്. കാരണം നമ്മുടെ ഈ വെക്കേഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഈ കോഴിക്കോട് വയനാട് ഏരിയയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ, മലപ്പുറം കോഴിക്കോട് വയനാട് ഈവൻ കണ്ണൂരുകാർക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഈസി ഉള്ളൊരു ഡെസ്റ്റിനേഷനാണ് ഊട്ടി. പക്ഷേ ഈ പാസ് വന്നതോടുകൂടി അത് ബ്ലോക്കായി. അപ്പോൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടി വയനാട് മൂന്നാറാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ തണുപ്പുള്ള പ്രദേശം നോക്കിയിട്ട് മൂന്നാറിലും ഇതേപോലെ തന്നെ നല്ല ഹെവി റഷാണെന്നാണ് പറഞ്ഞത്. ബത്തേരി കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കാണ്. ഇപ്പോൾ ഹിമാലയൻ ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു, ഈ ഹിമാലയൻ ഈ ഹെവി വെഹിക്കിൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുകയെന്ന്. ഇപ്പം അത് ഒരു ഈസി ടാസ്ക്കാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മൾ അതിൽ മുകളിൽ കയറി ഇരുന്നാൽ നമ്മൾ അതിൻ്റെ ഭാഗമായി മാറും. ഫുള്ള് ബ്ലോക്കാണ്. ഞാൻ ടൗണിലേക്ക് കയറുന്നില്ല. ഞാൻ ടൗണിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു മിനി ബൈപ്പാസ് വഴി നമുക്ക് വീട്ടിലേക്ക് കയറാം. അപ്പോൾ മെല്ലെ മിനി ബൈപ്പാസ് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇത് ബ്ലോക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു സമയമാകും. ഫുൾ ആൾക്കാരും വന്നിട്ട് ഇവിടെ മെയിനായിട്ട് ഇവിടെ ട്രാഫിക് ജാം വരുന്ന ഒന്ന് ഹോട്ടൽസിന് മുമ്പിലും അതേപോലെ തന്നെ മെയിൻ ജംഗ്ഷനിലേക്കും. ഇവിടെ പോപ്പുലറായിട്ട് കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഹോട്ടൽസിലേക്ക് കയറി ഇറങ്ങുമ്പോഴുള്ള ഒരു തിരക്കുണ്ടാവും. അതൊരു ട്രാഫിക് ജാം ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. പിന്നെ ഇതേപോലത്തെ മെയിൻ ജംഗ്ഷൻ, ഇത് ഊട്ടിയിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണ്. ഇവിടെയും ഉണ്ടാവും ട്രാഫിക്. നമ്മൾ മെല്ലനെ ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചങ്ങ് പോവാം. ലെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ മിനി ബൈപ്പാസ് പിടിച്ച് വീട് പിടിക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും കാണിക്കാം. മൈലേജ് ഫുൾ ടാങ്ക് അടിക്കണം പെട്രോൾ. ഇപ്പോൾ ഒരു 1.25 ഉണ്ട് അതിൻ്റെ ബാറ്. അടുത്ത വീഡിയോയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഏകദേശം എത്ര മൈലേജ് കിട്ടിയെന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ ഇടാം. അങ്ങനെ റൈഡ് അവസാനിച്ച് വണ്ടീൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാം. നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇടാം. ഇതിലേക്ക് ചെടി എത്തിയിട്ടില്ല. രണ്ട് സോഫിൻ്റെ അവിടെയൊക്കെ ഫുള്ള് മണലും ചെടിയും തന്നെയാണ്. പിന്നെ അത് നിറയെ മണലാണ്. ചെയിൻ്റെ കണ്ടീഷൻ നോക്കട്ടെ. ട്യൂബൊക്കെ തീർന്ന് മഴയത്ത് ഓടിച്ചുകൊണ്ടായിരിക്കും. ഇനി എല്ലാവർക്കും ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ഉള്ളൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മൈലേജ് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചതാണ് റൈഡ് പോകുന്നതിന് മുമ്പ്. ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ മൈലേജ് കാണിക്കുന്നത് 37.6 എൻ്റെ അത്രയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഫുൾ ടാങ്ക് ഇനി അടിക്കാൻ പോവുകയാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. ഇപ്പം 361 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൊത്തം ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം. ഇനി ഒരു 1.5 കട്ട കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ എന്തായാലും പോയിട്ട് ഫുൾ ടാങ്ക് കട്ടിങ് അടിക്കട്ടെ. ഇനി ഫുൾ റേഞ്ച് 185 കിലോമീറ്റർ കൂടി പോകുന്നതാണ് പറയുന്നത്. ഇനിയും കുഴപ്പമില്ല. എന്തായാലും ഞാൻ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം.